രാജസ്ഥാനിലെ ഒരു പ്രൈവറ്റ് ബസ്സിൽ നിന്നുള്ള പുതിയ വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ നമ്മൾ രാജസ്ഥാനിലെ ജയ്സൽമീരിൽ നിന്ന് ഇവിടുത്തെ വാർ മ്യൂസിയം കാണാൻ വേണ്ടി പോവാണ്. ഒരു അടിപൊളി ഒരു ബസ്സാണ് കേട്ടോ. നല്ല ഇവിടുത്തെ സാധാരണ ഒരു ബസ്സാണ്, പ്രൈവറ്റ് ബസ്സാണ്. ഇവിടുത്തെ RTC ബസ് ഒന്നുമല്ല. ഹായ്, എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നതായിട്ട് ഇവർ ചോദിക്കുക വ്ളോഗറാണോ, എവിടെ നിന്നാണ്? ഞാൻ പറഞ്ഞ കേരളത്തിൽ നിന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര കാര്യം, കേരളത്തിൽ നിന്നാണോ എന്നൊക്കെ ചോദിക്കുന്നത്. ആകെയാ ഓക്കെ. അപ്പോൾ നല്ല ബസ് യാത്രയായിരുന്നു കേട്ടോ. ടാറ്റാ, അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ജയ്സൽമീർ വാർ മ്യൂസിയം. ഇത് തുറന്നിട്ടുണ്ട്, 9 മണിക്ക് തുറക്കുമെന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. മുന്നേ തന്നെ ഒരു ടാങ്ക് എടുക്കുന്നുണ്ട്. ഡിഷു. അപ്പോൾ ആർമി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്ടമുള്ളവർക്കൊക്കെ ഈ ഒരു സംഭവം അടിപൊളിയാണ്. ഇതൊരു വമ്പൻ, ഇവിടെ വന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് ഈ ജയ്സൽമീർ വാർ മ്യൂസിയം. അവിടെ എല്ലാവരും എൻട്രൻസ് കേട്ടോ, അതുകൊണ്ട് തൊട്ടപ്പുറത്താണ്. അപ്പോൾ ഇവിടെയാണ് വാർ മ്യൂസിയത്തിൻ്റെ എൻട്രൻസ് വരുന്നത്. അപ്പോൾ കയറി വരുന്നതിന് മുമ്പായിട്ട് ഇവിടെ എൻട്രൻസ് ഫീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ടിക്കറ്റ് പ്രൈസ് എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ത്യൻസിന് 50 രൂപ. പിന്നെ ഇതിൻ്റെ ഓഡിയോ വിഷ്വൽ റൂമുണ്ട്, അവിടെ കയറണമെങ്കിൽ 30 രൂപ. ലൈറ്റ് ആൻഡ് സൗണ്ട്സ് ഉണ്ട്, അതെനിക്കൊന്ന് രാത്രിയിലാണെന്ന് തോന്നുന്നു, അവിടെ 100 രൂപ. പിന്നെ കോംബോ പാക്ക് ഉണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഫോറിനേഴ്സിന് 100 രൂപ, സ്റ്റുഡൻസ് ലെസ് ദാൻ 12 ഇയേഴ്സ് 10 രൂപ. അങ്ങനെ പല ചാർജാണ്. അപ്പോൾ അതിൻ്റെ ലേഔട്ട് മാപ്പൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മ്യൂസിയം പോയി കാണാം. ഇവിടെ കയറണമെങ്കിൽ എൻട്രൻസ് ഫീസ് ഉണ്ട്, കണ്ടോ, 50 രൂപയുള്ളൂ. അപ്പോൾ നോക്കി ഇനി കയറി കാഴ്ചകൾ കാണാം. ഇവിടെ ശരിക്കും പറഞ്ഞാൽ 1965-ലും 71-ലും നടന്ന കുറച്ച് വാർ എക്സിബിറ്റ്സ് ആണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ബാറ്റിൽ ഓഫ് ലോങ്കേവാല എന്നൊക്കെ പറയും. അപ്പം അന്ന് അതിൽ പിടിച്ചെടുത്ത കുറേ ടാങ്കുകളും പിന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു സംഭവിക്കുന്നുണ്ടോ, ഇത് T-59 ടാങ്ക് എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ T-59 ടാങ്ക് ഒരു ചൈനീസ് ടാങ്കാണ്. ഇത് വാസ് യൂസ്ഡ് ബൈ പാകിസ്ഥാൻ ഇൻ 1971 ഇൻഡോ പാക് വാർ. ഇപ്പോൾ 1970 ഇൻഡോ പാക് വാറിൽ പാകിസ്ഥാനിൽ നിന്ന് ക്യാപ്ചർ ചെയ്ത ഒരു ടാങ്കാണ് ഈ കാണുന്നത് കണ്ടോ. ഇവിടെ സെൽഫി പോയിന്റ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനോടാണ് സെൽഫി ഒക്കെ എടുക്കാം കണ്ടോ. ഇവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ, ഈ ജയ്സൽമീർ വാർ മ്യൂസിയം പ്രൊജക്ട് കൺസീവ്ഡ് ആൻഡ് കൺസെപ്ച്വലൈസ്ഡ് ബൈ ലഫ്റ്റനന്റ് ജനറൽ ബോബി മാത്യൂസ്. അദ്ദേഹമാണ് ഇതിന്റെ പുറകിലുള്ളത്. ജനറൽ ഓഫീസർ കമാൻഡിങ് 12 കോപ്സ്. കൊള്ളാല്ലേ. അദ്ദേഹം മാത്രമല്ല വേറെ കുറേ ആൾക്കാരും ഉണ്ട്. ഇനാഗുറേറ്റഡ് ബൈ ലഫ്റ്റനന്റ് ജനറൽ അശോക് സിംഗ് 2015. ഈ സാധനം എല്ലാം പാകിസ്ഥാൻ്റെ കണ്ടാ. പാകിസ്ഥാൻ്റെ ആ ഒരു പതാക അവർ മറച്ചു വെച്ചിട്ടുണ്ട് കണ്ടാ. ഇതെല്ലാം അവരുടെ നിന്ന് കൈയടക്കിയ സാധനങ്ങളാണ്. ഇതുകൊണ്ട് ഇതും പാകിസ്ഥാൻ്റെയാണ്. ഇതെന്തോ 2 ആൾക്ക് ഇരുന്ന് പോകാൻ പറ്റുന്ന എന്തോ ഒരു സാധനമാണ് കേട്ടോ. എന്തോ കൊള്ളാം. ഈ ഒരു സാധനം കണ്ടോ, ഇതിൻ്റെ പേരെന്ന് പറയുന്നത് 40mm L-60 ആൻറ്റി എയർക്രാഫ്റ്റ് ഗണ്ണാണ്. അതായത് ഈ യുദ്ധവിമാനങ്ങളൊക്കെ വെടിവെച്ചിടുന്ന ഒരു ഐറ്റം ആണ് കണ്ടോ. 1965 വാറിൽ ഇത് കുറേ എണ്ണത്തിനെ താഴെ ഇട്ടെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഈ വണ്ടി ഉള്ളതല്ലേ, പാകിസ്ഥാൻ്റെ ആർമി റിക്കവറി വെഹിക്കിളാണ് കേട്ടോ, എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാം തകർന്ന് തരിപ്പണമാക്കി. ഇത് 1971 ബാറ്റിൽ ഓഫ് ലോങ്കേവാല ഉണ്ടല്ലോ, ആ വാറിലൊക്കെ പങ്കെടുത്ത ഒരു T-55 മീഡിയം ടാങ്കാണ്. ഇന്ത്യയുടെ ആണ്. ഇതുണ്ടോ, ഇത് കൊള്ളാമല്ലേ, ലുക്കുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു കിടിലൻ ഐറ്റമാണ് ഇത്. കണ്ട് ഈ ഒരു വിമാനം കണ്ടോ, ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ഹണ്ടർ MK-56 എന്നാണ്. ഇത് 1965-71 വാർസിൽ ഉപയോഗിച്ചിട്ടുള്ള സാധനമാണ് കണ്ടോ, ഹണ്ടർ MK-56. അടിപൊളി അല്ലേ. ഇത് ഇന്ത്യൻ എയർഫോഴ്സിനാണ് ഈ വിമാനം. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ടെക്നിക്കൽ ഇൻഫോർമേഷൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. റേഞ്ച് ഉണ്ട് 715 കിലോമീറ്റർ വരെ ഇത് പറക്കും ഈ സാധനം. പിന്നെ ബാക്കിയൊന്നും എനിക്ക് അറിയത്തൊന്നുമില്ല, ബാക്കി കുറേ സംഭവം എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. പിന്നെ ഇവിടെ എല്ലാം ഇതേപോലെ കുറേ ടാങ്കൊക്കെ ഉണ്ട്. ഇവിടെ എല്ലാം ഇഷ്ടം പോലെ ടാങ്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുറേ ആൾക്കാരൊക്കെ വന്ന് വിസിറ്റേഴ്സൊക്കെ രാവിലെ വന്ന് തുടങ്ങി. ഇവിടെ ഒരു ലോങ്കേവാല ഹാൾ എന്ന് പറഞ്ഞ ഹാളുണ്ട്. ഇതിനകത്ത് കുറേ പിക്ചേഴ്സും സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, നോക്കാം. ഈ ഹാളിൽ മെയിൻ ആയിട്ടുള്ളത് ഈ 1971 വാറിൻ്റെയും 65-ൻ്റെ ഒക്കെ കുറേ ഡീറ്റെയിൽസ് ഒക്കെയാണ്, പിക്ചർ അടക്കം. അപ്പോൾ ഇത് 1971 വാർ വെസ്റ്റേൺ തിയേറ്റർ എന്ന് പറഞ്ഞ് അവിടുത്തെ അന്നത്തെ ഓരോ പടങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്തോ പറയാന്ന് നോക്കിയാൽ അല്ലേ, നിരവധി ചിത്രങ്ങളുണ്ട് അവിടെ. അതിൽ ഒരു പാകിസ്ഥാൻ്റെ ടാങ്ക് ഡിസ്ട്രോയ് ആയിട്ട് നിൽക്കുന്ന നമ്മുടെ ഇന്ത്യയുടെ പട്ടാളക്കാരാണ്. പിന്നെ ആർട്ടിലറി ഗൺസ് ബീങ് പ്രിപ്പയർഡ് ഫോർ അറ്റാക്ക് എന്ന് പറഞ്ഞ ഓരോ ചിത്രങ്ങളൊക്കെ ഉണ്ട്. ന്യൂസ് പേപ്പർ കട്ടിങ്സ് അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ ഓരോ സ്ഥലത്തും എന്തൊക്കെയാണ് നടന്നതെന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഓരോ സ്ഥലത്തും അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത്, അവിടെ എന്താണ് നടന്നതെന്നൊക്കെ പറഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ബാറ്റിൽ ഓഫ് ലോങ്കേവാലയിൽ നമുക്ക് വിജയം നേടിത്തന്ന ധീരന്മാരായിട്ടുള്ള പട്ടാളക്കാരുടെ കുറേ പടങ്ങളുണ്ട് ഇവിടെ. ഇതുണ്ടോ, പ്രൗഡ് സോൾജിയേഴ്സ് ഓഫ് ഇന്ത്യൻ ആർമി. അന്നത്തെ ആ യുദ്ധത്തിൽ പങ്കെടുത്ത ആർമിയിലെ സോൾജേഴ്സാന്ന് തോന്നുന്നു. 1971 മഹാവീർ ചക്ര ലഭിച്ച പട്ടാളക്കാരുടെ പടങ്ങൾ നോക്കി, എന്തോ അല്ലേ, പ്രൗഡ് മൊമെന്റ്.
ഈ ഒരു സ്ഥലം കണ്ടോ, ഇതിന്റെ പേര് ശ്രദ്ധാഞ്ജലി സ്ഥൽ എന്നാണ്. അപ്പൊ ഇവിടെ കുറെ സംഭവം എഴുതി വെച്ചിട്ടുണ്ട്. ഇതെന്താന്ന് വെച്ചാൽ പരംവീർ ചക്ര കിട്ടിയവരുണ്ട്, അശോക ചക്രം കിട്ടിയവരുണ്ട്, പിന്നെ മഹാവീർ ചക്ര, പിന്നെ എഴുതി വെച്ചിട്ടുണ്ട് മാർട്ടിയേഴ്സ് ഓഫ് ജൈസൽമീർ, മാർട്ടിയേഴ്സ് ഓഫ് രാജസ്ഥാൻ എന്നൊക്കെ പറഞ്ഞ് വീരമൃത്യു വരിച്ച എല്ലാവരും പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഒരു സെന്റൻസ് കണ്ടോ, ഭയങ്കര സ്ട്രൈക്കിംഗ് ആണ്. അവർ ഫ്ലാഗ് ഡസ് നോട്ട് ഫ്ലൈ ബിക്കോസ് ദ വിൻഡ് മൂവ്സ് ഇറ്റ്, ഇറ്റ് ഫ്ലൈസ് വിത്ത് ദ ലാസ്റ്റ് ബ്രെത്ത് ഓഫ് ഈച്ച് സോൾജർ ഹു മെയ്ഡ് ദ സുപ്രീം സാക്രിഫൈസ് പ്രൊട്ടക്ടിങ് ഇറ്റ്. ഇവിടെ വരുമ്പോൾ ഭയങ്കര ഒരു പ്രൗഡ് മൊമെൻ്റ് ആണ്, ഗൂസ് ബംസ് ഒക്കെ വരും ഇതൊക്കെ കാണുമ്പോൾ. ഇവിടെ ജയ്സൽമീർ വരുമ്പോൾ ഇവിടെ മസ്റ്റായിട്ട് കാണണം കേട്ടോ, അടിപൊളിയാണ്. ഇവിടെ വൈകുന്നേരം എന്തോ എനിക്ക് ഒന്ന് ലൈറ്റ് ആൻഡ് സൗണ്ട്സ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഫൗണ്ടൻ സെറ്റപ്പാണ് കാണുന്നത്. ഇവിടെ ഒരു സുവനീർ ഷോപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇവരുടെ ഉടുപ്പുകൾ, പിന്നെ ഒരു കപ്പ്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കിട്ടും. ഇവരുടെ കുറേ അടിപൊളി തൊപ്പിയുണ്ട്. ഇത് കണ്ടോ, മഞ്ഞ കളറിലെയും നീല കളറിലെയും പിങ്ക് കളറിലെയും കുറേ തൊപ്പിയുണ്ട്. ഇത് കണ്ടോ, ഇന്ത്യൻ ആർമി പ്രൈഡ് ഓഫ് ദി നേഷൻ ഒക്കെ പറഞ്ഞ് ജയ്സൽമീർ വാർ മ്യൂസിയത്തിൻ്റെ. ഇവിടെ എല്ലാം കിട്ടും, പെയിൻറ്റിങ്സ്, പിന്നെ ജാക്കറ്റ്, ഉടുപ്പ് എല്ലാം ഉണ്ട്. വാട്ടർ ബോട്ടിൽ എല്ലാത്തിലും ഇവരുടെ ബാഡ്ജിങ് ഉണ്ടാവും. കണ്ട് ഇതേപോലെ ജയ്സൽമീർ വാർ മ്യൂസിയം എന്നൊക്കെ പറഞ്ഞു. ഇവിടെ ഒരു ഐ ലവ് ഇന്ത്യൻ ആർമിയാണ്. അതിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ ഒരു ഇന്ത്യൻ പതാക ഇങ്ങനെ കറക്റ്റ് ഫ്രെയിമാണ്, അടിപൊളി ഫ്രെയിമാണ് ഫോട്ടോ എടുക്കാനൊക്കെ. അപ്പോൾ ജയ്സൽമീർ വാർ മ്യൂസിയം വരേണ്ടവർക്ക് ജയ്സൽമീറിന് ആകെ 11 കിലോമീറ്ററേ ഉള്ളൂ. 20 മിനിറ്റ് മതി. ബസ് കിട്ടും. ബസ് കിട്ടിയില്ല എനിക്ക് ഓട്ടോ പിടിച്ചാലും വരാം. ഇനിയിപ്പോൾ തിരിച്ചു പോകാൻ എങ്ങനെ പോകുന്നു എനിക്കറിയത്തില്ല. ഇങ്ങോട്ട് വരാൻ വേണ്ടി ബസ് കിട്ടി. തിരിച്ചു വന്നിട്ട് ഇവിടെ ഓട്ടോ ഒന്നും കിടപ്പില്ല. ബസ് എല്ലാം നിർത്തിയെന്ന് പറയാം. നോക്കാം. കൊള്ളാം കേട്ടോ ഈ സംഭവം, വന്ന് കാണാം നിങ്ങളെ. ഇനി എങ്ങനെ തിരിച്ചു പോകും ഞാൻ ജയ്സൽമീർക്ക്? ഇതുകൊണ്ടൊരു വണ്ടി വരുന്നുണ്ട്. വണ്ടി നിർത്തണേ. ഇല്ലില്ല, അപ്പുറത്ത് പോയി കൈ അടിക്കേണ്ടി ഇരിപ്പിക്കാറ്. അപ്പോൾ അപ്പുറത്ത് പോയി കൈ അടിക്കാം. അയ്യോ, ഇവിടെ ആ വണ്ടിയുടെ മുകളിലൊക്കെ ആൾക്കാർ ഇരുന്ന് പോകണം. അകത്ത് ചൂടല്ലേ, അതുകൊണ്ട് എല്ലാവരും മുകളിൽ ഇരുന്ന് പോകും. ഇവിടെ ലൈറ്റ് ആൻഡ് സൗണ്ട്സ് നടക്കുന്ന വൈകിട്ട് 6:15 മുതൽ 7 മണി വരെ കേട്ടോ. പെട്ടുപോയി ഗൈസ്. തിരിച്ചു പോയി ഇവിടെ വണ്ടിയൊന്നും വരുന്നില്ല. എന്ത് ചെയ്യും? ഒരു പിടുത്തമില്ല, ബസ്സും ഇല്ല, ഒന്നുമില്ല. നോക്ക്, ഹിച്ച് ഹൈക്കും ചെയ്യേണ്ടി വരുമോ ഇനി, ആർക്കറിയാം. ഞാൻ വ്ളോഗറാന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ ഭയ്യന്മാര് വീഡിയോ എടുക്കാനൊക്കെ പറഞ്ഞു. ഹായ് ഭയ്യ, നാം ക്യാ ഭയ്യ? മോനു. हाँ? मोनू मोनू मोनू। आपका नाम? बागेश बागेश बागेश। कहाँ से हो? राउसर हनुमानगढ़। എനിക്ക് ലിഫ്റ്റ് തന്നു ഈ ഭായിമാര് കേട്ടോ. അപ്പൊ ഞാൻ ജയ്സൽമീർ പോയിക്കൊണ്ടിരിക്കുകയാണ്. താങ്ക് യു. ആ ലിഫ്റ്റ് തന്ന പയ്യന്മാർ അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ അവിടെ നിൽക്കാൻ നേരത്ത് വെറുതെ ഞാൻ ചോദിച്ചു, അവര് കൊണ്ടുപോകാന്ന് പറഞ്ഞു. എവിടെ എന്താ എങ്ങനെയാന്നൊക്കെ ചുമ്മാ ചോദിച്ചു. ഞാൻ പറഞ്ഞ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്ന സബ്സ്ക്രൈബ് വരെ ചെയ്യിപ്പിച്ചു. അപ്പോൾ നമ്മൾ ജയ്സൽമീർ ഫോർട്ട് കാണാൻ വന്നിരിക്കുകയാണ്. ജയ്സൽമീർ വരുന്ന എല്ലാവരും മസ്റ്റായിട്ട് കാണേണ്ട ഒരു സ്ഥലമാണ് ജയ്സൽമീർ ഫോർട്ട്. ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ലിവിൻ ഫോർട്ട്സ് എന്നാണ് പറയും. ഈ ഫോർട്ടിനകത്ത് താമസമുണ്ട്. ഏകദേശം ഈ ജയ്സൽമീറിലെ പോപ്പുലേഷൻ്റെ ഒട്ടുമിക്ക എല്ലാ ആൾക്കാരും ഇവിടെ താമസിക്കുന്നത്. ഏകദേശം ഒരു 6000-7000 ആൾക്കാരും ഇതിനകത്ത് താമസിക്കുന്നുണ്ട്. അതിനകത്തൊരു സിറ്റി പോലെ തന്നെയാണ് ഫോർട്ടിനകത്ത് കയറാം. അപ്പോൾ ഈ ഫോർട്ടിൽ വരുന്നവർക്ക് ഇവിടെ പാർക്കിങ്ങിൻ്റെ സൈഡിലായിട്ട് ഇവിടെ ഒരു ഇമ്പീരിയൽ സ്പൈസ് റെസ്റ്റോറൻറ്റ് കഫേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കട ഒരു മലയാളി ചേട്ടൻ്റെയാണ്. ഞാൻ കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി കയറിയാണ്. അപ്പോൾ അതിനകത്ത് മലയാളം മിണ്ടുന്നതാണ് പുള്ളി തിരുവല്ലക്കാരനാണ്. പുള്ളിയുടെ 32 വർഷമായിട്ട് ഇവിടെ ഈ ഒരു കട നടത്തുകയാണ്. അപ്പം നിങ്ങൾക്ക് ഇവിടെ വരുവാണെങ്കിൽ ഇവിടെ കയറിയത് കേരള ഫുഡൊന്നും കിട്ടത്തൊന്നുമില്ല, നോർത്ത് ഇന്ത്യൻ ഒക്കെയാണ്. പക്ഷേ കൊള്ളാം കേട്ടോ, നല്ല സംഭവമൊക്കെയാണ്, ആംബിയൻസ് ഒക്കെയാണ് അതിനകത്ത്. റെയിൽവേ സ്റ്റേഷനിൽ വെറും 1.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ ഫോർട്ടിലേക്ക്, നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് റെൻ്റേ ബൈക്കൊക്കെ കിട്ടും. റെൻ്റേ ബൈക്ക് അങ്ങനത്തെ സംഭവം എല്ലാം കിട്ടും. അപ്പോൾ ഫോർട്ട് കണ്ട് അങ്ങോട്ട് പോകണം. നമ്മൾ ഇറങ്ങിയത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിരുന്നു. രാജസ്ഥാനിലെ സെക്കൻഡ് ഓൾഡസ്റ്റ് ഫോർട്ടാണ് കേട്ടോ ഈ ജയ്സൽമീർ ഫോർട്ട്. ജയ്സൽമീർ ഫോർട്ട് എന്ന് മാത്രമല്ല, സോനാർ കില, അങ്ങനെ കുറേ സംഭവം പേരൊക്കെ ഉണ്ട് ഈ ഒരു ഫോർട്ടിന്. അപ്പോൾ ഇതാണ് ജയ്സൽമീർ ഫോർട്ടിൻ്റെ മെയിൻ കവാടം. അപ്പോൾ ജയ്സൽമീർ ഫോർട്ട് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനകത്തോടെ വണ്ടിയൊക്കെ വരും. ഞാൻ പറഞ്ഞില്ലേ ഒരു ലിവിൻ ഫോർട്ടാന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇതിനകത്ത് ഏകദേശം ഒരു 6000-7000 ആൾക്കാരോളം താമസമുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് കയറിപ്പോൾ. പണ്ട് ഈ ജയ്സൽമീർ ഫോർട്ടിൽ ആയിരുന്നു എല്ലാവരും, ഈ ജയ്സൽമീറിലെ ഒട്ടുമിക്ക എല്ലാ പോപ്പുലേഷനിൻ്റെ അകത്തായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. പിന്നെയാണ് ഇവർ പുറത്തേക്ക് വന്നു തുടങ്ങിയത്. അപ്പോൾ നമുക്ക് കയറി വരുമ്പോൾ തന്നെ കുറേ ആൾക്കാർ ഗൈഡ് വേണമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് വരുന്നുണ്ട്. രണ്ട് ഈ പുള്ളി വരുന്നുണ്ട്. നെഹി ഭയ്യ, വേണ്ട ചേട്ടാ, വേണ്ട ഒന്നും വേണ്ട. 200 രൂപയ്ക്ക് ഗൈഡ് ചെയ്തതെന്ന് പറഞ്ഞു വേണ്ട. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കയറി പോവാം. കയറ്റം കയറി പോകണം.
ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഇവിടെ രാംദേവ് മന്ദിർ എന്ന് പറഞ്ഞൊരു മന്ദിരമുണ്ട്. ആ മന്ദിരം പക്ഷേ 12 മണിക്ക് അടയ്ക്കും. അപ്പോൾ ആ മന്ദിരം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരെ പിന്നെ ഒരു കവാടം കാണാം. ഈ ഒരു കവാടം അടിപൊളിയാണ്. നോക്കി എന്ത് വർക്കല്ലേ ചെയ്തേക്കുന്നത്. 1756 AD ആ വർഷത്തിൽ ഇവിടുത്തെ രാജാവായ റാവൽ ജയ്സൽ എന്ന ആ രാജാവാണ് ഈ ഒരു കോട്ട പണിതത്. ജയ്സൽമീർ ഫോർട്ട് എന്ന് പറയുന്നത് ശരിക്കും എത്ര വർഷം പഴക്കമുണ്ടല്ലേ. യുനെസ്കോയുടെ കീഴിലാണ് ഇതിപ്പോഴും. ഞാൻ പറഞ്ഞു ഇതിനകത്ത് ആൾക്കാർ താമസമുണ്ട്. അതാണ് ഈ ഇങ്ങനെ വണ്ടി തുരുതരാ പോകുന്നത്. അപ്പോൾ ഓരോ കവാടത്തിന് ഓരോ പേരുണ്ട്. ഇത് സൂരജ് പോൾ എന്നാണ് ഈ ഒരു കവാടത്തിൻ്റെ പേര്. നമ്മൾ ഈ കവാടത്തോട്ട് കയറി വരുമ്പോഴും എന്താണ്ട് ആ ഒരു ലൈറ്റിൻ്റെ ആണെന്ന് അറിയത്തില്ല, നല്ല സ്വർണ്ണ കളറിലിരിക്കുന്നല്ലേ കോട്ടയൊക്കെ. എന്ത് ഭംഗിയാന്ന് നോക്ക്. ഇതിങ്ങനെ കയറ്റം കയറി പോകണം. ഈ കവാടത്തിന് പേര് ഗണേഷ് പ്രോൾ എന്നാണേ. നല്ല ഭംഗിയാട്ടോ. ഇതിനകത്ത് കയറുമ്പോഴേക്കും നല്ല തണുപ്പാണ്. എനിക്കൊന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ലിവിങ് ഫോർട്ട് നമ്മുടെ ഇന്ത്യയിലെ ഈ ജയ്സൽമീർ ഫോർട്ട് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ കുറേ ഹാൻഡിക്രാഫ്റ്റ് ഷോപ്പൊക്കെ കാണാം. അപ്പോൾ ഇത് വേറെ കവാടമാണ്. അപ്പോൾ ഈ കവാടം കയറി അകത്ത് പോവാം. ശരിക്കും പറഞ്ഞാൽ ജയ്സൽമീർ എന്ന് പറഞ്ഞ സ്ഥലം ശരിക്കും ഈ ഫോർട്ടിനകത്താണ്. ഇതാണ് ശരിക്കും പ്രോപ്പർ ജയ്സൽമീർ എന്ന് പറയുന്നത്. പിന്നത്തെ ജയ്സൽമീറിലേക്ക് ആൾക്കാരൊക്കെ ഇതിനകത്താണ് ഒട്ടുമിക്ക എല്ലാവരും താമസം. കണ്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് വ്യൂ പോയിന്റ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് വേണ്ടി ചെറിയ വഴി പോയാൽ മതി നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. പോയി നോക്കാം. ഇതുണ്ട് ലിറ്റിൽ ടിബറ്റ് റെസ്റ്റോറൻറ്റ്, റൂഫ് ടോപ്പ് സിറ്റി വ്യൂ, ചൈനീസ്, ഇറ്റാലിയൻ, ടിബറ്റ് എന്നൊക്കെ പറഞ്ഞ് കൊള്ളാമല്ലേ. ഇതിനകത്ത് ഇങ്ങനെ കുറേ വീടുകളുണ്ട്, റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഇവർ തന്നെ ആയിരിക്കും റെസ്റ്റോറൻറ്റ്സ്, ആരുടെ ബിസിനസ്സാണ്. ഇതുണ്ടല്ലേ നല്ല ബ്യൂട്ടിഫുൾ ആട്ടോ. പിള്ളേർ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് കോട്ടയ്ക്കകത്ത്. അടിയടാ മോനെ, 6 അടി അടി. അയ്യോ 4 ആയിട്ട്. ഇവിടാണ് നമ്മുടെ ജയ്സൽമീർ ഫോർട്ടിൻ്റെ ഒരു മെയിൻ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. അതായത് ഇവിടുത്തെ ഒരു ഐക്കോണിക് ഫോർട്ടിൻ്റെ ഒരു ഐക്കോണിക് പോയിൻ്റാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നതിലേക്ക്. അടിപൊളി. ഇതൊക്കെ ഇവിടെ ഒരു കനോണൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളിയല്ലേ. കീഴിൽ ഇവിടെ താഴെ എന്നാൽ നമുക്ക് ജയ്സൽമീറിൻ്റെ ഒരു അടിപൊളി വ്യൂ കിട്ടുന്നതൊക്കെ സൂപ്പറല്ലേ. നമുക്ക് ജയ്സൽമീർ സിറ്റി നമുക്ക് ഫുള്ള് കാണാം. ഗോൾഡൻ സിറ്റി. അതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ. കണ്ടോ, ഞാൻ നേരെ ചുണ്ട് നടക്കുന്ന ട്രെയിൻ വരുന്നുണ്ട്. അതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ. പണ്ട് യുദ്ധമൊക്കെ ഉണ്ടാകുമ്പോൾ ഇതിൽ കൂടെ ഇങ്ങനെ വെടിവെക്കുന്ന നല്ല സ്ട്രാറ്റജിക് ആയിട്ടുള്ളൊരു പോയിന്റ് അല്ലേ. ഇവിടെ എന്നാൽ എല്ലാവർക്കും വെടിയുള്ളൂല്ലോ. അതല്ലേ ഇങ്ങനെ മുകളിൽ ഇവിടെ വെച്ചിരിക്കുന്നത്. ഇവിടെ ഇന്ന് ടിഷ്യൂ 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 എല്ലായിടത്തും വെടി. ജയ്സൽമീർ സിറ്റി ഫുള്ള് കാണാം. ഇവിടെയുള്ള എല്ലാ കെട്ടിടവും നല്ല ഷേപ്പിനാണ് കേട്ടോ. ഒന്നെങ്കിൽ സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ അങ്ങനത്തെ ടൈപ്പ് കെട്ടിടങ്ങളാണ്. ഒരു ഭംഗിയുണ്ടെന്ന് ചോദിച്ചാൽ ആ ഭംഗിയുണ്ട്, ഒരു പ്രത്യേക ഭംഗിയാണ്. കൊള്ളാം കേട്ടോ. റെയിൽവേ സ്റ്റേഷൻ അവിടെ ആണ്, കാണിച്ചില്ല. റെയിൽവേ സ്റ്റേഷൻ അവിടെ ആണ്. അപ്പോൾ നമുക്കിനി തിരിച്ചിറങ്ങിപ്പോയി. ഇവിടെ നിന്ന് ഇനി പൊള്ളിപ്പോവും. ആകെ കറുത്ത് കരിവളിച്ച് സൺസ്ക്രീനൊക്കെ തേച്ചെല്ലാം പോയി. ഇവിടെ അതുപോലത്തെ തന്നെ വീണ്ടും ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ഇത് പക്ഷേ കുറച്ചുകൂടെ പഴയ ക്യാനോണാണേ. എനിക്ക് തോന്നുന്നു ഇത് എന്തോന്ന് ഒറിജിനൽ സാധനം. മറ്റേത് ഉണ്ടാക്കി വെച്ചാണോ ഡൗട്ട്, എനിക്കറിയത്തില്ല. ഇതാണ് ഒന്നുകൂടെ പഴയ ഐറ്റം. ഇവിടെ എന്നാൽ ഒന്നുകൂടെ അടിപൊളിയായിട്ട് കാണാം സിറ്റിയുടെ മറ്റേ സൈഡ്. നിങ്ങളിവിടെ വരികയാണെങ്കിൽ ഈ 2 വ്യൂ പോയിന്റ് മറക്കരുത്. ഫോട്ടോ എടുക്കാൻ അടിപൊളിയാണ്. ഞാൻ ഈ നട്ടുച്ചയ്ക്ക് വന്നുകൊണ്ടാണ്. നട്ടുച്ചയ്ക്ക് വരുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. വെയിൽ ഭയങ്കരമാണ് കേട്ടോ. ഇനി നമ്മൾ കാണാൻ പോകുന്ന ഇവിടുത്തെ ഒരു ജെയിൻ ടെമ്പിൾ ആണ്. ഇതിനകത്തൊരു ജെയിൻ ടെമ്പിൾ ഉണ്ട്. ഇവിടെ കണ്ടോ, മെമ്മറീസ് ഓഫ് ജയ്സൽമീർ എന്ന് തന്നെ കുറേ ഹാൻഡിക്രാഫ്റ്റ് ഒക്കെ ഉള്ള സംഭവം. കൊള്ളാലേ. അപ്പോൾ ഇനി അത് കാണാം. ജെയിൻ ടെമ്പിൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ. സൺ ടെമ്പിൾ, ലക്ഷ്മിനാഥ് ടെമ്പിൾ, മുഗൾ ബഡി, കനോൺ ആൻഡ് സിറ്റി വ്യൂ പോയിന്റ്. നമ്മളിപ്പോൾ ഫോർട്ടിൻ്റെ ഏറ്റവും ഉള്ളിലുള്ള കേട്ടോ. ഇങ്ങനെ ഉള്ളിലോട്ട് പോകുമ്പോൾ ഇങ്ങനെ ഓരോരോ വീടുകളൊക്കെയാണ് കൂടുതലും. വീടുകൾ, റെസ്റ്റോറൻറ്റ്സ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. ഇവിടെ സോസ്റ്റലൊക്കെ ഉണ്ടല്ലേ. ഇത് മറ്റേ ഇതാ ഡോർമെട്രി പോലത്തെ സംഭവം തന്നെ സോസ്റ്റൽ. ഇതിനകത്ത് വന്ന് വഴി തെറ്റിപ്പോവും. അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം വഴിയാണ്. ഞാനിപ്പോൾ ഏതൊക്കെയോ വഴി കൂടെ കയറി ഉള്ളി വന്നു. ഒരു പിടിയും കിട്ടുന്നില്ല എങ്ങോട്ടാ എങ്ങനെ പോകുന്നത്. ഇവിടെ ഒന്നും മര്യാദയ്ക്ക് എഴുതി വെച്ചിട്ടില്ല കേട്ടോ. അവിടെ ജെയിൻ ടെമ്പിളാണ് എഴുതി വെച്ചിരിക്കുന്നതെന്ന് വന്നേ. പക്ഷെ ഇവിടെ ഒന്നും ജെയിൻ ടെമ്പിളൊന്നും ഇല്ല. ആർക്കറിയാം, ഒന്നും മര്യാദയ്ക്ക് എഴുതി വെച്ചിട്ടൊന്നുമില്ല എങ്ങും. ഇന്ന് നമ്മൾ കാണാൻ വന്നിരിക്കുന്നത് ഇവിടുത്തെ മഹാരാജ മഹൽ എന്ന സ്ഥലമാണ്. ജയ്സൽമീർ ഫോർട്ട് പാലസ് മ്യൂസിയം ആൻഡ് ഹെറിറ്റേജ് സെൻറ്റർ. അതാണ് സംഭവം. അതുകൊണ്ട് അകത്തോട്ട് പോവാം. അപ്പോൾ ആ മഹാരാജ മഹലിൻ്റെ അകത്ത് വരുമ്പോഴേക്കും ഇങ്ങനെ വലിയൊരു പാലസ് പോലൊക്കെ നമുക്ക് തോന്നും. ഇപ്പോൾ ഇവിടെ ദിസ് വേ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കയറി വരുമ്പോൾ തന്നെ നല്ലൊരു അടിപൊളി ഒരു സ്ഥലത്തേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഇതെന്താണെന്നൊന്നും എനിക്കറിയത്തൊന്നുമില്ല. അവിടെ ഓഡിയോ ഗൈഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓഡിയോ ഗൈഡ് കേട്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, അല്ലെങ്കിൽ ഗൈഡിനെ വിളിക്കണം. അപ്പോൾ ഇത് നല്ലതല്ലേ. ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല അടിപൊളിയാണ്, നല്ല ഫ്രെയിമാണ്. ഒരു നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല വൃത്തിയുണ്ട്, നല്ല ക്ലീനുമാണ്. ക്യാമറ എടുക്കുമ്പോൾ നല്ല ഗോൾഡൻ കളറാണ് കേട്ടോ. അതാണ് ഗോൾഡൻ സിറ്റി എന്ന് പറയുന്നത്. ഗോൾഡ് കളറിലാണ് ഫുള്ള്. കണ്ടാ നല്ല ഭംഗിയാണ്. അപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ ബെസ്റ്റാണ് കേട്ടോ. പറയാൻ പറഞ്ഞു, ഇതിനകത്ത് കയറണമെങ്കിൽ നമുക്ക് എൻട്രി ചാർജ് ഉണ്ട് 200 രൂപ. 200 രൂപ എടുത്താൽ ഇതിനകത്ത് കയറാൻ പറ്റത്തുള്ളൂ.
അപ്പോൾ അതിന് എൻട്രി ഫീസ് ഉണ്ട്. ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ ആർമറിയാണ്, അതായത് വെപ്പൺസ് ഒക്കെ സൂക്ഷിക്കുന്ന സ്ഥലം. അപ്പോൾ എന്തൊക്കെ വെപ്പൺസ് എന്ന് നോക്കാം. വലിയൊരു തോക്കിട്ടിരിക്കുന്നുണ്ടോ, ടിഷ്യൂ തോക്കുണ്ടോ, തോക്കുണ്ട്. ഇതെന്താ കുന്തമല്ലേ, കുന്തം സ്പിയർ. ഇതുണ്ട് ഗോർക്ക സ്വേർഡ്, നമ്മുടെ മലപ്പുറം കത്തി പോലത്തെ ഐറ്റം കണ്ടോ. ഇവിടെ ഇങ്ങനെ ഓരോ വെപ്പൺസ് ആണ് വെച്ചിരിക്കുന്നത്. വാളുണ്ട്, ഇത് നമ്മുടെ ചാട്ടവാറ പോലത്തെ സംഭവമാണ്. എല്ലാം ഇങ്ങനെ ഓരോ ടൈപ്പ് വെപ്പൺസ് ആണ് കണ്ടോ. എൻ്റെ പൊന്നാ തോക്കിന് വലിപ്പം നോക്കി, എന്ത് വലിപ്പം നോക്ക്. ഇത് ഇവിടുത്തെ രാജാവ് ഇരുന്നോണ്ടിരുന്ന സിംഹാസനമാണെന്ന് ഡൗട്ട് ഉണ്ട് കേട്ടോ. ദീവാൻ ഖാന എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടോ. അടിപൊളിയല്ലേ, ചില്ലിൻകൂട്ടിനകത്താണ് വെച്ചിരിക്കുന്നത്. ഈ രാജസ്ഥാൻ എന്ന് പറഞ്ഞാൽ തന്നെ ശരിക്കും റോയലാണ്, ഫുള്ള് റോയലിൻ്റെ കളിയിലാണ്. രാജാക്കന്മാരുടെ പാലസുകളും നല്ല ലക്ഷറീസ് ആയിട്ടുള്ള പാലസുകളൊക്കെ ഉള്ള ഒരു റിച്ച് സംസ്ഥാനമാണ് രാജസ്ഥാൻ. നമ്മൾ മുകളിലേക്ക് കയറി വരുമ്പോൾ ഇവിടെ ട്രിപ്പോളിയാൻ എന്ന സംഭവമുണ്ട്. അതെന്താണെന്തോ ഇതിനകത്ത് വേറെ ടൈപ്പ് ആർക്കിടെക്ചറാണോ, ഫുള്ള് വെള്ള പെയിൻ്റ് അടിച്ചിട്ട് ഇവിടത്തെ കുറേ രാജാക്കന്മാരുടെ പെയിൻറ്റിങ്സ് വെച്ചിരിക്കുന്നുണ്ടോ. ഇതിൽ ഈ ഏറ്റവും ഇടത്തേറ്റത്തുള്ള രാജാവുണ്ടല്ലോ, മഹാരാവൽ ജയ്സൽദേവ്, അദ്ദേഹമാണ് ശരിക്കും ഫൗണ്ടർ ഓഫ് ജയ്സൽമീർ എന്നറിയപ്പെടുന്നത്. അതായത് ഈ കോട്ടയൊക്കെ പണിത് അദ്ദേഹമാണ്. അദ്ദേഹം 1156 മുതൽ 1167 വരെയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പെയിൻറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്, മഹാരാവൽ ജയ്സൽദേവ്. പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ടുള്ള രാജാക്കന്മാരുടെ പടങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മഹാരാവൽ ദുർജൻ സൽ, പിന്നെ മഹാരാവൽ ഭീം, മഹാരാവൽ സബൽ സിംഗ്, അങ്ങനെ കുറേ ആൾക്കാരുടെ പടമുണ്ട് ഇവിടെ. എനിക്ക് തോന്നുന്നു ഇദ്ദേഹമാണെന്ന് തോന്നുന്നു ഇപ്പോഴത്തെ രാജാവെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഇവരൊരു രാജകുടുംബം ഉണ്ടാവില്ല, അതിലൊരു രാജാവ് കാണും. അപ്പോൾ അതിലുള്ള ഇപ്പോഴത്തെ രാജാവിൻ്റെ പടമാണെന്ന് തോന്നി കൊടുത്തിരിക്കുന്നത്. അടുത്തായിട്ട് ഇവിടെ കുറേ സ്കൾപ്ചേഴ്സ് ഒക്കെ ഉണ്ടോ, ഇതുണ്ടോ. ഭയങ്കര സൈലൻ്റ് ആണ് ഇതിനകത്ത്, നല്ല തണുപ്പുണ്ട്. സ്കൾപ്ചേഴ്സ് ഉണ്ട്, പഴയ സ്കൾപ്ചേഴ്സ്. അടുത്തായിട്ട് നമ്മൾ കാണാൻ വന്നിരിക്കുന്നത് വേറൊന്നുമല്ല, നമ്മുടെ ജയ്സൽമീർ സിറ്റീൻ്റെ പിന്നെ ഒരു അടിപൊളി വ്യൂ ആണ്. ഇത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഫോർട്ടിൻ്റെ ഏറ്റവും മുകളാണ് കേട്ടോ. നല്ല കിടിലം വ്യൂ നോക്കി കാണിച്ചു തരാവേ. നോക്കി എന്ത് ഭംഗിയെന്ന് നോക്കി. ഇവിടാണ് ആ ഫോർട്ടിൻ്റെ ഒരു അടിപൊളി വ്യൂ വരുന്നത് കേട്ടോ. ഫോർട്ടും പിന്നെ താഴെയുള്ള സിറ്റി നോക്ക്, കിടിലൻ. ജയ്സൽമീറിൻ്റെ പതാകയാണോ? ആർക്കറിയാം. ഈ വഴിയാണ് നമ്മൾ കയറി വന്നത് കേട്ടോ. നമ്മൾ താഴെ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് ഇങ്ങനെയാണ് കയറി വന്നത്. നമ്മൾ ഈ നിൽക്കുന്നതിന് ശരിക്കും ജയ്സൽമീറിന് തന്നെ ഹയസ്റ്റ് പോയിട്ടാണ്. നമ്മളിവിടെ നോക്കുമ്പോൾ തന്നെ ഈ ഒരു നമ്മൾ നിൽക്കുന്ന പൊസിഷനെക്കാട്ട് ഉയർന്ന ഒരു കെട്ടിടം പോലും ഇവിടെ ഇല്ല. നോക്കി എന്തെങ്കിലും കേട്ടോ, നോക്കി മൊബൈൽ ടവർ ഒഴിച്ചാൽ വേറെ ഒന്നുമില്ല. അപ്പം ഇവിടെ ഇരുന്നാൽ ജയ്സൽമീർ ഫുള്ള് കാണാം. നമ്മൾ ഏറ്റവും മുകളിലാണ്, ആ ഭാഗത്താണ് മരുഭൂമി വരുന്നത് കണ്ടോ. ആ നേരെ കാണുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അവിടെയാണ് മരുഭൂമി വരുന്നത്. എല്ലാം കഴിഞ്ഞെന്ന് തോന്നുന്നു. നമ്മളിവിടെ ഇറങ്ങിപ്പോവാണ്. ഇവിടെ വേറെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇങ്ങനെ ഇത് ശരിക്കും പറഞ്ഞാൽ പോകുന്ന വഴി ഇറങ്ങി വരുന്നതൊന്നും അറിയത്തോലും ഇല്ല. അതേപോലത്തെ വഴിയാണ്, ഒരുമാതിരി മെയ്സിൽ കയറിയ പോലെ ആയിരിക്കും. അങ്ങനെ ആ ഒരു സംഭവം നമ്മൾ കണ്ടു കഴിഞ്ഞു. അടിപൊളിയാണ്. ഫോട്ടോ ഒക്കെ എടുക്കാൻ ബെസ്റ്റാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ചരിത്രമൊക്കെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് അത് കയറി കണ്ടാൽ അല്ലെങ്കിൽ എന്നെ വിളിച്ചാൽ അറിയാൻ പറ്റും. വെയിലത്ത് നിന്ന് കരിഞ്ഞു. ഇനി നേരെ പോകാം. മതിയായി. ഫുള്ളിങ്ങനെ ദേഹത്ത് ഇങ്ങനെ മുഖത്തൊക്കെ പിടിക്കുമ്പോൾ ഇങ്ങനെ പൊടി പോലെ ഇങ്ങനെ ഇളകി വരിക. എന്താ പറഞ്ഞാൽ ആർക്കറിയാം. അങ്ങനെ ജയ്സൽമീർ ഫോർട്ടിലെ കാഴ്ചകൾ കണ്ട് നമ്മൾ തിരിച്ച് റെയിൽവേ സ്റ്റേഷൻ ഹോട്ടൽ ഭാഗത്തേക്ക് പോവാണ്. അയ്യോ മതിയേ, ചൂട് ഭയങ്കര വെയിലാണ് കേട്ടോ. ഞാനൊരു ഇപ്പം വെള്ളം മേടിച്ചപ്പോൾ അതിൽ രാജസ്ഥാൻ റോയൽസിൻ്റെ ഇത് കണ്ടോ, രാജസ്ഥാൻ റോയൽസ് ഡ്രിങ്ക് ഇറ്റ് അപ്പ് ലിമിറ്റഡ് എഡിഷൻ. നമ്മുടെ സഞ്ജു സാംസണൊക്കെ കണ്ടോ. രാജസ്ഥാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല, ചൂടെന്ന് വെച്ചാൽ അമ്മാതിരി ചൂടാണ്. അപ്പോൾ ഈ ചൂടത്ത് ഇവിടെ പല ടൈപ്പ് കൂളർ വിൽക്കുന്ന ഒരാളെ കണ്ടോ. എന്തൊക്കെ ടൈപ്പ് കൂളറാന്ന് നോക്കി, അത് വാങ്ങിക്കാൻ കുറേ ആൾക്കാരിന് ഇവിടെ നിൽപ്പുണ്ട് കണ്ടോ. കൂളറ്, പെഡസ്റ്റൽ ഫാൻ എല്ലാം ഉണ്ട്. കൂളറാണ് കൂടുതൽ. ഇവിടുന്ന് ബർമീറിലേക്ക് 155 കിലോമീറ്റർ ഉണ്ട്. ബർമീർ എന്ന് പറയുമ്പോൾ പാകിസ്ഥാനൊക്കെ അടുത്തായിട്ട് വരും. ഇവിടെ പാകിസ്ഥാൻ അടുത്താണ്, അതിന് ദൂരമൊന്നുമില്ല. ജോധ്പൂർ 286, ബിക്കാനീർ 328. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. ഇവിടെ നിന്ന് ട്രെയിൻ കയറി പോകാനൊന്നുമല്ല, ഇവിടെ എന്തൊക്കെ വണ്ടി കിടപ്പുണ്ട് എന്നൊരു ട്രെയിൻ സ്പോട്ടിങ് ചെയ്തിട്ട് നമുക്ക് ഇനി റൂമിൽ പോവാം. ഇവിടെ നിന്ന് ഇപ്പം ആദ്യം പുറപ്പെടാൻ പോകുന്നതാണ്ട് ഈ 3:30 പുറപ്പെടുന്ന ജയ്സൽമീർ സബർമതി എക്സ്പ്രസ് ആണ്. അപ്പോൾ അതിപ്പോൾ ഇവിടെ നിന്ന് പോകും. ഈ വണ്ടിയുടെ നെയിം ബോർഡ് ഡിസൈൻ ചെയ്തതിൽ കൊള്ളാം കേട്ടോ. ജോധ്പൂർ ജയ്സൽമീർ രണ്ടിൻ്റെയും അടിപൊളിയായിട്ടുള്ള പടം കൊടുത്തിട്ടുണ്ട് അല്ലേ. സബർമതിയുടെയും സബർമതി ആശ്രമത്തിന്റെയും. ഭഗത് കി കോട്ടി ഷെഡിന്റെ ഒരു WDP 4D ആണ് ഇതിന്റെ ലോഗോ. ഇവിടെ എങ്ങും ഇലക്ട്രിഫൈഡ് ആയിട്ടില്ല, അതായത് പോള് വെച്ചതേ ഉള്ളൂ, കമ്പിയൊന്നും വെച്ചിട്ടില്ല. ഈ ജയ്സൽമീർ സ്റ്റേഷൻ നമ്മൾ കാണുന്ന പോലല്ല, കുറച്ച് സ്ട്രെയിഞ്ച് ആണ് സാധാരണ സ്റ്റേഷനെക്കാട്ടും. ഇത് ഇപ്പൊ ഇവിടുന്ന് പുറപ്പെടാൻ പോകുന്ന വണ്ടി, ഇത് കുറച്ച് കഴിയുമ്പോൾ പുറപ്പെടുന്ന ഇത് എനിക്ക് ഡൽഹിക്ക് വന്ന വണ്ടിയാണെന്ന് തോന്നി കിടക്കുന്നത്. പിന്നെ അതിന്റെ തൊട്ടപ്പുറം അങ്ങേ അപ്പുറത്ത് കിടക്കുന്നുണ്ടോ,
അത് ലാൽഗഡ് പോകുന്ന വണ്ടി. അങ്ങനെ 3 വണ്ടി ഇവിടെ കിടപ്പുണ്ട്. പിന്നെ നമ്മൾ വന്ന വണ്ടി ഇതാണ്ട് കിടക്കുന്നു. അപ്പോൾ ജയ്സൽമീറിലെ കാഴ്ചകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ചെറിയൊരു വീഡിയോ ആയിരുന്നു. നമുക്കിനി അധികം സമയമില്ല. നമ്മളിനി വെളുപ്പിനെ 3 മണിക്കുള്ള റാണിക്കേത്ത് എക്സ്പ്രസ്, അതായത് ജയ്സൽമീറിന് ഉത്തരാഖണ്ഡിലെ നൈനിതാലിനടുത്തുള്ള കത്ഗുഡം വരെ പോകുന്ന ഒരു എക്സ്പ്രസ് ഉണ്ട് ഇവിടുന്ന്, റാണിക്കേത്ത് എക്സ്പ്രസ്. അതൊരു അടിപൊളി വണ്ടിയാണ്. അപ്പോൾ ആ വണ്ടി വിശേഷങ്ങളൊക്കെ അടുത്ത ദിവസം വരാം. ഇവിടുന്ന് ജയ്സൽമീറിന് കത്ഗുഡാം വരെ നമ്മൾ ട്രാവൽ ചെയ്യുന്നുണ്ട്. അത് വെളുപ്പിനെ 3 മണിക്കാണ്. അപ്പോൾ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്ത് എൻ്റെ കിടന്ന് ഉറങ്ങണം. അപ്പോൾ നമുക്ക് നേരത്തെ റൂമിൽ പോകാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട അഭിപ്രായം പറയാം. അടുത്ത ദിവസം റാണിക്കേത്ത് എക്സ്പ്രസ്സിന് വീഡിയോ ആയിട്ട് വരാം. അപ്പോഴേക്കും ബൈ.